ഹായ്, എൻ്റെ പേര് റിസ്വാന. GMC നാമക്കല്ല് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം എല്ലാവരും നീറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ടൈമായിരിക്കും. എല്ലാവരും ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോഴും നമുക്ക് ഡൗട്ട് അടിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. കാരണം ഞാൻ ആ ഒരു കൂട്ടത്തിലൊരാളായിരുന്നു. കാരണം ഞാൻ പോകുന്ന രീതി കറക്റ്റാണോ, ഇങ്ങനെ തന്നെയാണോ പഠിക്കേണ്ടത്, അങ്ങനെ പഠിച്ചാൽ ഓക്കെ ആവോ ലാസ്റ്റിലേക്ക് എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് ആ രീതിക്ക് തന്നെ പഠിച്ചു പോവാം. ലൈക്ക് നമ്മൾ പഠിക്കുന്നതിൽ ഉഴപ്പ് വരുത്താതിരിക്കുക. ബാക്കിയെല്ലാം പഠിക്കുന്ന രീതിയൊക്കെ ഓക്കെ, നമ്മളിൽ തന്നെ ബിലീവ് ചെയ്ത് പോവുക. ഫസ്റ്റ് അതാണ് വേണ്ടത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം നമ്മൾക്കൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ വിശ്വസിച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് ശരിയായി വന്നോളും. ഫസ്റ്റ് ശരിയായില്ലെങ്കിലും മെല്ലെ 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 ഇമ്പ്രൂവ് ആയി വന്നോളും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതിരിക്കുക. ഇപ്പം തന്നെ മാർക്ക് കുറയണേലോ കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ അടിച്ചിട്ട് ഉള്ള മാർക്ക് നമ്മൾ കുറയ്ക്കരുത്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഹാപ്പി ആയിരുന്നാൽ നമ്മൾ വർക്ക് ചെയ്യണതിൽ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. കാരണം നമ്മൾ ടെൻഷനായിരുന്നാൽ നമ്മൾ പിന്നെയും മെൻ്റലി ഡൗൺ ആവുകയാണ് ചെയ്യുക. അപ്പം മെയിനായിട്ട് ടെൻഷൻ കുറയ്ക്കുക. പിന്നെ പഠിക്കേണ്ട രീതിയൊക്കെ ഏകദേശം ഇപ്പോൾ ഓരോ വീഡിയോസ് ആണെങ്കിലും ഇതുപോലെ ഓരോരുത്തർ പറഞ്ഞ വീഡിയോസ് ആണെങ്കിലും എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പറഞ്ഞു തരുന്നുണ്ടാവും. ഫിസിക്സ് ആണെങ്കിൽ പ്രോബ്ലംസ് ബേസ് ചെയ്ത് മെയിനായിട്ട് പഠിക്കുക, ബയോളജി ആണെങ്കിൽ നല്ല ടെക്സ്റ്റ് വായിക്കുക, കെമിസ്ട്രി ആണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് അതിൻ്റെ രീതിക്ക് പഠിക്കുക എന്നൊക്കെ പറയാം. ഓർഗാനിക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, ഇനോർഗാനിക് ആണെങ്കിൽ ഫുള്ള് ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലൈക്ക് നമ്മൾ പഠിക്കണേക്കാട്ടും അതിനപ്പുറമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മെൻ്റലി നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. എന്നാലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും സ്റ്റോർ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറേ പഠിക്കുന്നു, പക്ഷെ എക്സാമിന് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സംഭവം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് വരുന്നില്ല എന്നൊക്കെ ചിലവർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം അവരോട് എന്താ വെച്ചാൽ, ലൈക്ക് നമ്മുടെ മൈൻഡ് ആദ്യം സെറ്റാക്കുക. നമ്മൾ ഹാപ്പി ആയിരുന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ആയി വരും. പിന്നെ മെയിൻലി നമ്മുടെ മാർക്ക് വന്നാൽ ഓവറായിട്ട് അതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. മാർക്ക് വന്നു ഓക്കെ, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഓക്കെ ഫൈൻ, ഇനി ഇതിനേക്കാൾ കൂടുതൽ കിട്ടണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ പഠിക്കുക. ബാക്കിയെല്ലാം നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് വരും. എക്സാംസ് ബ്രില്യൻ്റ് ആയാലും എപ്പോഴും എക്സാംസ് നടത്തും. അപ്പോൾ അത് എഴുതി ഒരു എക്സാം പോലും മിസ്സാക്കാതിരിക്കുക. ഞാനൊന്നും ഒരു എക്സാമും എഴുതാതിരുന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, മാക്സിമം ടൈം പഠിത്തത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഈ ഒരു വർഷം നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ആവാൻ പോകുന്നത് നല്ലൊരു ഡോക്ടർ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്ത് നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.